ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതിനായി സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം നമുക്ക് വേണ്ട ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പിക്ചറിൻ്റെ അല്ലെങ്കിൽ ഈ ഫോട്ടോയുടെ ക്ലാരിറ്റിയിൽ ചേഞ്ച് വരുത്താൻ സാധിക്കും. പിക്ചർ നോർമലായിട്ട് കളർഫുൾ അല്ലെങ്കിൽ നമുക്ക് കളർഫുള്ളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനായി ഞാൻ സെലക്ട് ചെയ്യുന്ന ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിൽ മാർക്ക് ചെയ്ത ആ ഒരു ടൂൾ എടുക്കുക. അതിനുശേഷം ടൂൺ ഇമേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് എത്രയാണോ വേണ്ടത് അത്ര നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ആക്കണം എന്നുള്ളത്. അതിനുശേഷം കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യുക. ശേഷം സാച്ചുറേഷൻ നിങ്ങൾക്കും അതുപോലെ എത്രയാണോ വേണ്ടത് അതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ആംബിയൻസ് സെറ്റ് ചെയ്യുക. ഹൈലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും സെറ്റ് ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് പിക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം ക്ലാരിറ്റിയിലാണ് നമുക്കത് വെക്കേണ്ടത് എന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇത് എങ്ങനെ ബ്ലറാക്കി മാറ്റാം എന്നുള്ളതാണ്. അതിനായി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ സെയിം ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ലെൻസ് ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡോട്ട് നമുക്ക് ബ്ലർ വേണ്ട, ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ വേണ്ട എന്ന് തോന്നുന്നിടത്തേക്ക് അത് മാറ്റി വെക്കുക. ഇനി നമ്മൾ അത് മാറ്റി വെച്ച് അഡ്ജസ്റ്റ് ആക്കിയില്ലെങ്കിലും അത് പ്രശ്നമില്ല, നമുക്കത് വേറെ രീതിയിൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ബ്ലർ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ബ്ലറിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലറിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം കൂടണം എന്നുള്ളതും അല്ല ഇനി കുറവാണ് വേണ്ടതെന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് ഏതാണോ അഡ്ജസ്റ്റ് ആക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കി മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. ആ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിൻഡോ വരും. ആ വിൻഡോക്കകത്ത് നമുക്ക് ലെൻസിനെ എങ്ങനെ ഈ ബ്ലറിനെ മാത്രമായിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായി ഞാൻ മുകളിൽ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്യുക. ശേഷം അതിൽ വ്യൂ എഡിറ്റ്സ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ആക്കിയാൽ ലെൻസ് ബ്ലർ എന്ന് കാണാം. അതിൽ സെൻറ്റർ ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്തത് സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് നമ്മുടെ ഇമേജ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് മാത്രമായിട്ട് നമുക്ക് ലെൻസ് ബ്ലർ ആക്കാൻ സാധിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് ബ്ലർ ആക്കേണ്ടത് ആ ഒരു സ്ഥലത്ത് റിങ് വെച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലർ ആകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് മാക്സിമം സൂം ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റിന് ഒഴികെയുള്ള ഭാഗങ്ങൾ സസൂക്ഷ്മം നമുക്ക് അവിടെയെല്ലാം ബ്ലറാക്കി മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം ക്ലിയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് കയറിപ്പോകാനെല്ലാം സാധ്യതയുണ്ട്. അങ്ങനെ കയറിപ്പോയാൽ ഇറേസ് ചെയ്യുന്നതിനായി ലെൻസ് ബ്ലർ എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ താഴെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് 0 ആക്കി വെക്കുക. 0 ആക്കി വെച്ചാൽ അത് ഇറേസ് ചെയ്യും. അപ്പാക്കി വെച്ചാൽ അതായത് 100 സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എഡ്ജെല്ലാം വളരെ വൃത്തിയായും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മൾ ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ സ്നാപ്പ് ചെയ്തതാണെന്ന് മറ്റുള്ളവർ കരുതാൻ
നമ്മൾ ഇതിൻ്റെ എഡ്ജെല്ലാം അത്രയ്ക്കും വൃത്തിയായി ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ഒരു എഡിറ്റിംഗ് പിക്ചർ അല്ല എന്നുള്ളത് മറ്റുള്ളവർ കരുതൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇമേജ് ബ്ലറാക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്ത എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.